ബോളിവുഡ് നടൻ നസറുദ്ദീൻ ഷായുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മുംബൈ യൂണിവേഴ്സിറ്റിയിലെ ഉറുദു വിഭാഗം നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആ പരിപാടി നടക്കുന്നതിൻ്റെ തലേന്ന് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ ലഭിക്കുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു. എന്നാൽ ആ ഇമെയിലിൽ പിന്നീട് പങ്കെടുക്കേണ്ട എന്ന് പറയുന്നതിലുള്ള ഒരു ക്ഷമാപണമോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അദ്ദേഹത്തിനെ വളരെയധികം സംഘർഷത്തിലാക്കുകയുണ്ടായി. പിന്നീട് കോളേജിൽ നടന്ന ആ പരിപാടിയിൽ കോളേജ് അധികൃതർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നസറുദ്ദീൻ ഷാ വിസമ്മതിച്ചു എന്നായിരുന്നു. ഒരു ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് നസറുദ്ദീൻ ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ രാജ്യത്തെ അവസ്ഥ, വിശ്വഗുരുവിനെ അദ്ദേഹം വിമർശിക്കുന്നതിൻ്റെ കാരണങ്ങൾ കൂടിയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് തന്നെ ആകർഷിക്കുന്ന തരത്തിൽ, അല്ലെ തനിക്ക് പറയാൻ പറ്റാവുന്ന വിധത്തിലുള്ള യാതൊന്നും വിശ്വഗുരു ചെയ്തിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ നസറുദ്ദീൻ ഷാ ആവർത്തിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആകാം അദ്ദേഹത്തിനെ ഈ പരിപാടിയിൽ നിന്ന് പിൻവലിക്കാനുള്ള കാരണമെന്ന് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ അടുത്തിടെ നടന്നൊരു സംഭവമാണ്. കാരവിൻ്റെ എഡിറ്ററായിരുന്ന വിനോദ് കെ ജോസിനെ പാലാ സെൻറ് തോമസ് കോളേജിൽ നടന്നിരുന്ന ഒരു പ്രഭാഷണത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ആ പരിപാടിയുടെ തലേദിവസം തന്നെ ഇതേപോലെ അദ്ദേഹത്തിനും അറിയിപ്പ് കിട്ടുന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഇതിലേക്കാണ് നമ്മൾ. അജിംസ്, ഈ 2 സംഭവങ്ങൾ അടുത്ത സമീപ ദിവസങ്ങളിൽ നടന്നതാണ്. ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു അടിച്ചമർത്തൽ, എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അങ്ങനെ കൂടിയിട്ടുള്ളൊരു നീക്കമല്ലേ അത്? നേരിട്ട് ഭരണകൂടത്തിൻ്റെ ഒന്നുമല്ല, അല്ലാതെ തന്നെ ഭരണകൂടത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർ അതിനെതിരെ വരുന്ന വിമർശനങ്ങളെ അവിടെ തന്നെ സെൻസർ ചെയ്യുന്നു എന്നതല്ലേ ഇത്? ഭരണകൂടത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ ആവണമെന്നില്ല അത്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പിണിയാളുകളോ അവർക്ക് വോട്ട് ചെയ്യുന്നവരോ അവരെ പിന്തുണയ്ക്കുന്നവരോ തന്നെ ആവണമെന്നില്ല. കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിക്കുന്ന ഒരു വികാരം ഭയമാണ്. ഈ ഭയം അടക്കി ഭരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇത്തരം അക്കാദമിക സ്ഥാപനങ്ങളിലായിരിക്കും. കാരണം ഈ അക്കാദമിക സ്ഥാപനങ്ങളെല്ലാം ഫണ്ട് കൊണ്ട് നിലനിൽക്കുന്ന ഒന്നാണ്. ഫണ്ട് തടയപ്പെടുക അല്ലെങ്കിൽ വേറെ രീതിയിൽ എനിമിറ്റി ഭരണകൂടത്തിനുണ്ടാവുക എന്നുകൊണ്ട് അവരുടെ സ്വതന്ത്രമായി മുന്നോട്ട് പോകുക ഭയങ്കര തടസ്സപ്പെടും. അതുകൊണ്ടാണ് സർവകലാശാലകൾ കുറേ കൂടി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഏറ്റവും ആദ്യം വിനീത വിധേയരാകുന്നത് ഈ പറയുന്ന അക്കാദമിക കേന്ദ്രങ്ങളും സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. അതുകൂടാതെ ഇപ്പോൾ കേന്ദ്ര സർവകലാശാലയെക്കുറിച്ചുള്ള നമുക്ക് കേരളത്തിലുള്ളൊരു പെർസെപ്ഷൻ എന്താണ്? അത് കുറേ കൂടി സ്വതന്ത്രമാണ്, അവിടെ അക്കാദമിക സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയാണ്. ഉദാഹരണത്തിന് JNU, ഡൽഹി യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഈ പറയുന്ന JNUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അവിടെ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട് സംഘപരിവാർ അനുകൂലികളെ HODകളാക്കുക, വൈസ് ചാൻസലർമാരാക്കുക, അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഡീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം സർവകലാശാലകൾ. അപ്പോൾ ഇത്തരം സർവകലാശാലയിൽ നടക്കുന്ന സെമിനാറുകളുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് സോഷ്യോളജി വിഭാഗത്തിൽ നടന്ന സെമിനാർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ സോഷ്യോളജിയും ഓപ്പറേഷൻ സിന്ദൂറും തന്നെ ബന്ധം എന്ന് വിദ്യാർത്ഥികളായാലും ഉറക്കെ ചോദിച്ചു പോലും അതും പ്രശ്നമാണ്. ചിലപ്പോൾ മാൻ ഹാൻഡിൽ ചെയ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ അറ്റൻഡൻസ് വെട്ടി കുറച്ചേക്കാം, മാർക്ക് വെട്ടി കുറച്ചേക്കാം, പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഡിസെൻറ്റ് പൊതുവേ നമ്മളറിയാം, കഴിഞ്ഞ ഈ മോദി ഭരണകൂടത്തിൻ്റെ കാലത്ത് ആദ്യമായി ഡിസെൻറ്റ് ഉയർന്നു വന്ന ഇടം എന്ന് പറയുന്നത് സർവകലാശാലയാണ്. രോഹിത് വെമുല സംഭവത്തെ തുടർന്നാണ് അതുണ്ടാകുന്നത്. അതുവരെ മോദി അധികാരത്തിലേറുക എന്ന് പറഞ്ഞാൽ ഒരു ഷോക്കായിരുന്നു രാജ്യത്ത് മുഴുവൻ. ഇങ്ങനെയും സംഭവിച്ചു, ഇനി എന്ത് സംഭവിക്കുന്നുള്ള ആശങ്കയും പേടിയും ഷോക്കുമായിരുന്നു. പക്ഷേ ആദ്യമായി മോദി ഭരണകൂടത്തിനെതിരെ ഡിസെൻറ്റ് വരുന്ന രോഹിത് വെമുല ഇൻസിഡൻറ്റിന് ശേഷമാണ്. പിന്നീട് അത് JNUവിലേക്കും ജാമിയ മില്ലിയയിലേക്കും ഒക്കെ പടരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ രാജ്യത്ത് ആദ്യം ഉയർന്നു വരുന്ന ഡിസെൻറ്റ് അവിടെ നിന്നാണെങ്കിൽ അവിടെ ഡിസെൻറ്റ് തന്നെ ഒഴിവാക്കുന്ന രീതിയിൽ അവിടെ ഒരു ഡീകൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞു. ഘടനാപരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘടനാപരമായ മാറ്റങ്ങളിൽ ഞാൻ ഏറ്റവും ഗൗരവമുള്ള ഒന്നായി കാണുന്നത്, കേരളത്തിൽ ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ടിരുന്ന ഒരു പ്രശസ്തയായ അധ്യാപിക ഉണ്ടായിരുന്നു. അവർ റഷ്യൻ എക്സ്പെർട്ട് എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുക, അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. അവർ ചാനൽ ചർച്ചകളിൽ നിന്നേ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലും അടച്ചുപൂട്ടി. അതായത് ഫേസ്ബുക്കിൽ അങ്ങനെ അറിയാതെ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് തനിക്ക് പ്രശ്നമാകുമെന്ന് കരുതി ഫേസ്ബുക്കിലേ ഇല്ല ആൾ. അപ്പോൾ അത്രമാത്രം ആളുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻ്റർനാഷണൽ അഫയേഴ്സിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ മോദി വന്നപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിശ്വഗുരു ആണോ അല്ലയോ എന്ന് ഏറ്റവും പറയാൻ പറ്റുക നയതന്ത്രജ്ഞർക്കും ഈ പറയുന്ന ഇൻ്റർനാഷണൽ അഫയേഴ്സിലെ വിദഗ്ധർക്കുമാണ്. അവർ സൈലൻ്റാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് സൈലൻ്റാണ്. നമ്മൾ അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ പ്രതിച്ഛായ എന്താണ്, നമ്മളെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അമേരിക്ക യൂറോപ്പൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ട് പറയാൻ കഴിയവർക്കാണ്. ഔട്ട്സ്പോക്കണായിട്ട് വളരെ കുറച്ച് പേരുണ്ട്, അവരും സൈലൻ്റാണ്. അപ്പോൾ അവരതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ത്യയുടെ ഇമേജ് എന്താണ്, ഗ്ലോബൽ ഇമേജ് എന്താണെന്നതിനെക്കുറിച്ച് ആരും നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്നില്ല. നമുക്ക് തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, സർക്കാർ പറയുന്നത് നമ്മൾ വിശ്വഗുരു ആണെന്നാണ്, അടിപൊളിയാണ്, നമ്മളെ പേടിയാണ്, ഇന്ത്യയിലേക്ക് വിസ എടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം എന്താണ്?
ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഇനി അന്താരാഷ്ട്ര സമൂഹം നമ്മളെ പരിഹസിച്ചിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. നമ്മളെ മാത്രം നമ്മുടെ ലീഡേഴ്സിനെ ഉൾപ്പെടെ പരിഹസിക്കുന്നുണ്ട്. അതുപോലും നമ്മൾ അറിയാറില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അവർ കളിയാക്കുന്നതാണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ബ്ലൈൻഡ് ആക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കാണുന്നില്ല, നമ്മളതൊന്നും കാണുന്നില്ല. ഇതാണ് അവസ്ഥ. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നസറുദ്ദീൻ ഷാ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ക്രിട്ടിക്കാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു സർവകലാശാലയിൽ വന്ന് സംസാരിക്കുക എന്നുള്ളത് അവിടെയുള്ള ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടാകും. നാളെ എന്താകും, ഇദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോയി നാളെ എന്താകും എന്ന് ഭയപ്പെടുന്നുണ്ടാകും. സമാനമായ അനുഭവമാണ് വിനോദ് കെ ജോസിന് കഴിഞ്ഞ ദിവസം പാലാ സെൻറ് തോമസ് കോളേജിലുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ ഇമെയിൽ അയച്ച് ക്ഷണിച്ചതിന് ശേഷം പിന്നീട് അറിയിക്കുകയാണ് വരേണ്ടതില്ല എന്ന് പറയുന്നു. ഇത് ഇപ്പോൾ ആ കോളേജ് ഏതെങ്കിലും കേന്ദ്ര ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നുണ്ടോന്നുമല്ല. ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്നുണ്ടാവുക. പിന്നെ പാലാ രൂപതയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പാലാ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ രാഷ്ട്രീയ സ്വഭാവം കഴിഞ്ഞ കുറേ നാളായിട്ട് അവർ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെയുള്ള പലവിധം പ്രശ്നങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് പക്ഷേ ഇമെയിലൊന്നും അയച്ചില്ലായിരുന്നു. അവർ ഫോണിൽ വിളിച്ച് പറഞ്ഞു, തൊട്ടുണ്ട് 2-3 ദിവസത്തിനകം തന്നെ അത് ക്യാൻസൽ ചെയ്തു. അതും ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ എൻ്റെ അഭിപ്രായ പ്രകടനം നിലനിൽക്കുന്ന സിസ്റ്റത്തെ എന്തെങ്കിലും അലോസരപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആർക്കെതിരെ വിമർശനാത്മകമായി സംസാരിക്കുകയോ ചെയ്താൽ അത് മോശമാണെന്ന് കരുതുന്നവരാണ് അത് വേണ്ട എന്ന് വയ്ക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഭയമാണ് ആളുകളെ പിടികൂടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം കഴിഞ്ഞ 10 വർഷമായിട്ട്. ആ ഭയത്തിൽ നിന്ന് ആളുകൾ മോചിതരാവുകയേ രക്ഷയുള്ളൂ. അതല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തിൻ്റെ ഹാൻഡിലുകൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആളുകളുടെ ഭയം മൂലമാണ് സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ദാവൂദ് സാർ, ഈ പാലാ സെൻറ് തോമസ് കോളേജിൽ ആ പ്രഭാഷണ പരമ്പരയുടെ പേര് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്നായിരുന്നു. വിനോദ് കെ ജോസ് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അത് മനസ്സിലായില്ല എന്ന രീതിയിലായിട്ട്. അല്ല, അത് ശരിയാണത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വിനോദ് കെ ജോസ് അവിടെ പോയി പ്രസംഗിച്ച് ഒരു ഗംഭീര പ്രസംഗം നടത്തി. നമ്മളാരും അത് അറിയില്ലല്ലോ. പക്ഷേ ഈ ഡിസ്ഇൻവിറ്റേഷനോടുകൂടി അത് എല്ലാവരും അറിയുന്നു, അതേക്കുറിച്ച് ചർച്ചയാവുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഡിസ്ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് വ്യാപകമായി നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ജെയിംസ് പറഞ്ഞ മാതിരി കഴിഞ്ഞ 10 വർഷമായി പല കാര്യങ്ങളിലും ഉള്ളതുപോലെ ഈ മേഖലയിലും ഒരു ഭയം ഉണ്ട് ആളുകൾക്ക്. അതിൻ്റെ പ്രതിഫലനം ഇത്തരം പരിപാടികൾ, സാംസ്കാരിക പരിപാടികളുടെ സംഘാടനത്തിൽ തന്നെ, അതിൻ്റെ ഒരു ക്യൂറേഷനിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നസറുദ്ദീൻ ഷായോട് തലേദിവസം നട്ടപ്പാതിരക്കാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ വരണ്ടാന്ന്. പിന്നെ അദ്ദേഹം അതേക്കുറിച്ച് എന്തോ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ രാജ്യത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നുവെന്ന് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ആൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുള്ളത്. എനിവേ അത് നോക്കൂ, ഒരു പക്ഷേ ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ആ പരിപാടിയുടെ സംഘാടകർക്ക് നസറുദ്ദീൻ ഷായെ വിളിക്കരുത് എന്ന് തോന്നിയതുകൊണ്ടാകാൻ യാതൊരു വഴിയുമില്ല. മിക്കവാറും സംഭവിച്ചിരിക്കുക ഏതെങ്കിലും നിലക്ക് മേലെ എന്നുള്ള ഒരു സമ്മർദ്ദമൊന്നും ആയിക്കൊള്ളണമെന്നില്ല ശ്രീകേഷ്. അത് വെറുതെ ഒരു ചോദ്യമാണ് മതി. അല്ല വാട്സാപ്പ് മെസ്സേജ് അല്ല ആരാ നിങ്ങളെ ചീഫ് ഗസ്റ്റ് ആരാ? നസറുദ്ദീൻ ഷാ ആണല്ലേ എന്നൊരു ശബ്ദം, ഒരു മുരളൽ മതി ആളുകൾക്ക്. അത് വേണ്ടല്ലേ എന്ന് തോന്നും. ചിലപ്പോൾ ആളുകൾ സെൽഫ് സെൻസർഷിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാളെ വിളിക്കണം എന്ന് വിചാരിക്കും, ഒരു പാനൽ ലിസ്റ്റൊക്കെ ഉണ്ടാക്കും. ആ പാനൽ ലിസ്റ്റ് ഒന്ന് റിവ്യൂവിന് വെക്കുമ്പോൾ അതിപ്പോൾ വേണോ എന്ന് ആലോചിച്ച് സ്വയം സെൽഫ് സെൻസർഷിപ്പാണ് കൂടുതൽ നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആളുകളെ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, എഴുതിക്കുന്ന കാര്യത്തിൽ, മാധ്യമങ്ങളിൽ കോൾ എഴുതിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ സംഗതികളിലും ആ ഒരു വാർത്ത ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ഷോ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഈ സെൽഫ് സെൻസർഷിപ്പ് മാധ്യമങ്ങളുണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സെൽഫ് സെൻസർഷിപ്പാണ്. എങ്ങനെയാണ് സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഞാനിപ്പോൾ മീഡിയ വണ്ണിൻ്റെ തന്നെ കഥ പറയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഇവൻ്റ് നടക്കുമ്പോഴും കേന്ദ്രത്തിൻ്റെ കത്ത്, നമുക്ക് MIB എന്നുള്ള ലെറ്റർ വരും. വിചിത്രമായൊരു കാര്യമാണത്. ഇപ്പം എനിക്ക് മുമ്പില്ലാത്തൊരു സംഗതിയായിരുന്നത്. ഏത് ഇവൻ്റ് നടക്കുമ്പോഴും, അത് സ്വാതന്ത്ര്യദിനാകാം, ഇപ്പോൾ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഇത് ഡേയ്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, അത്തരം സംഗതികൾ എങ്ങനെ കവർ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സർക്കുലർ നമുക്ക് അത് സ്വാഭാവികമാണെന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം പറയാം, ബാബരി മസ്ജിദ് വേർഡിക്റ്റ് വരാൻ പോവാണ്. അതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് നമുക്ക് ലെറ്റർ വരികയാണ് MIB. നമുക്കെന്ന് പറഞ്ഞാൽ മീഡിയ ഒന്ന് മാത്രമല്ല, എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും എല്ലാ ടെലിവിഷൻ ചാനലുകൾക്കും ലെറ്റർ വരികയാണ്.
എങ്ങനെയാണ് ആ വേർഡിക്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത കവർ ചെയ്യേണ്ടത്. അതിലൊരു നിർദ്ദേശമുണ്ടെന്ന് അറിയോ, ബാബരി മസ്ജിദ് പൊളിക്കുന്നതിൻ്റെ വിഷ്വൽസ് കാണിക്കാൻ പാടില്ല എന്നുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ ഇതെന്താണ്? ഇത് ഡയറക്റ്റീവാണോ? അല്ല. ഇത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഉത്തരവാണോ? അല്ല. അഡ്വൈസറിയാണ്. അതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ അത് അഡ്വൈസറി. ആർക്കും അഡ്വൈസറി. എനിക്ക് അങ്ങോട്ട് ഒരു അഡ്വൈസറി അയക്കാമല്ലോ, MAB നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എന്നിട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം. അതേപോലെ ഒരു സാധാരണ മട്ടത്തിലൊരു അഡ്വൈസറിയാണ് വരുന്നത്. അത് മിക്കവാറും എല്ലാ ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നു. ഇപ്പോൾ പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോൾ വരുന്നുണ്ട്, മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട വാർത്താ സന്ദർഭങ്ങളുടെ സമയങ്ങളിലെല്ലാം ഈ നിലക്കുള്ള അഡ്വൈസറി നമുക്ക് MIB നിന്ന് വരുന്നുണ്ട്. അതെന്തിനാണ്? അത് നിയമപരമായത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷേ എന്തിനാണ് ഇതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിവിടെ ഉണ്ട് കേട്ടോ എന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. ഇങ്ങനൊരു ഇൻഡാസ് കാണുമ്പോൾ തന്നെ മുട്ടുപറക്കുന്ന പത്രാധിപന്മാർ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ഇവരിതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് വേറെ വിഷയം. വാച്ച് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഇഷ്ടംപോലെ സ്റ്റാഫിനെ ഈ വാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് മൊത്തത്തിൽ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം, ഈ നിലക്ക് വരുന്ന കടലാസുകൾ, ഫ്ലേക്ക് എന്ന് പറയുന്നത് സോഷ്യൽ പ്രഷർ, സാമൂഹികമായ സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം കൂടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതിലൂടെയാണ് ഈ സെൽഫ് സെൻസർഷിപ്പ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാലാ സെൻറ്റ് തോമസ് കോളേജിലെ ആണെങ്കിലും ഇപ്പോൾ മുംബൈ യൂണിവേഴ്സിറ്റിയിലെ സംഗതിയിലെ കാണേണ്ടത്. പിന്നെയുള്ളൊരു കാര്യമുണ്ട്, ആളുകൾ ഗസ്റ്റിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉണ്ടല്ലോ ഒരു ലൈനപ്പ് തയ്യാറാക്കുമ്പോൾ ഭയങ്കര ആവേശത്തിൽ ഒരു ലൈനപ്പ് തയ്യാറാക്കും. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ചില പ്രശ്നങ്ങൾ വരിക. അത് പ്രശ്നങ്ങൾ ചിലപ്പം മാനേജ്മെൻറ്റുമായി ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, ഫിനാൻഷ്യൽ ഹേർഡിൽസ് ആയിരിക്കും, ഇങ്ങനെ പല പല ഘടകങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയും വരുന്ന സംഗതികളുണ്ട്. പക്ഷെ അതൊരു സംഘാടനത്തിലെ പരാജയം കൂടെയാണ്. പിന്നെ ആശയപരമായി ഇയാൾ നമ്മൾ വിചാരിച്ച ആളല്ല. ഇപ്പോൾ ഫാറൂഖ് കോളേജിൽ നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കഴിഞ്ഞ വർഷം ഫാറൂഖ് കോളേജിൽ ഇദ്ദേഹത്തെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു, ജിയോ ബേബിയെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. അത് പരിപാടിക്ക് മുമ്പ് അദ്ദേഹം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയിക്കുകയാണ് നിങ്ങൾ വരണ്ട എന്ന്. ഓക്കെ, ഫാറൂഖ് കോളേജ് ആ വിദ്യാർത്ഥി യൂണിയനാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ബോഡിയാണത് സംഘടിപ്പിക്കുന്നത്. അവർക്ക് ജിയോ ബേബിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതറിയേണ്ട ആളുകളാണല്ലോ അവർ. ഒന്നാമത് അഭിപ്രായ വ്യത്യാസമുള്ള ആളെ വിളിക്കരുത് എന്ന നിലപാട് തന്നെ മോശം നിലപാടാണ്. ഇനി ഒരാളെ പരിപാടിക്ക് വിളിക്കുന്നു, ഷെഡ്യൂൾ തയ്യാറാക്കുന്നു, അയാൾക്ക് ഇൻവിറ്റേഷൻ അയക്കുന്നു, ടിക്കറ്റ് അയക്കുന്നു, ആൾ വരുന്നു, നിങ്ങൾ വേണ്ടട്ടോ എന്ന് പറയുന്നത് ഓഞ്ഞ ഏർപ്പാടാണ്. അപ്പോൾ ഇത് പറഞ്ഞില്ലേ പല സന്ദർഭങ്ങളിലും സംഭവിക്കുന്നവരാണ്. ഇപ്പോൾ അജിംസിൻ്റെ അനുഭവം തന്നെ എനിക്ക് രസകരമായ വേറൊരു അനുഭവമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു കോളേജിൽ നിന്ന് എന്നെ വിളിക്കുക, വളരെ നേരത്തെ എൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്യുന്നു. അവരുടെ കോളേജിൻ്റെ കൾച്ചറൽ ഫെസ്റ്റാണ്, കേരളത്തിലല്ല കേട്ടോ, കർണാടകത്തിലുള്ള കോളേജാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഡേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ലേറ്റർ ഓൺ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എനിക്കൊരു വിദേശയാത്ര വരുന്നു. അപ്പോൾ ഈ ഡേറ്റ് അതിനകത്ത് ആ എറ്റിനറിയിൽ പെടുകയാണ്. അപ്പോൾ എനിക്കൊരു പ്രയാസമായി. ഈ യാത്രയാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. അവരാണ് വളരെ നേരത്തെ ഡേറ്റ് ബുക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു, വളരെ പതിഞ്ഞ സ്വരത്തിൽ, ആ ഡേറ്റിന് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ആണോ? കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല, ഞങ്ങൾ സാറെ എങ്ങനെയാണ് വിളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. നമ്മളിതിൻ്റെ നോട്ടീസൊക്കെ അടിച്ചപ്പോൾ ഇവിടെ പ്രശ്നമായി അത്. അപ്പോൾ അത് സാറെ എങ്ങനെയപ്പോൾ അത് വിളിച്ച് പറയാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അവർ രക്ഷപ്പെട്ടു, ഞാനും രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തമാശകളും ഇത്തരം പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാളെ ക്ഷണിക്കാനും ഒരാളെ തങ്ങളുടെ സ്റ്റേജിൽ കയറ്റാനും അയാളുടെ വാക്കുകൾ കേൾക്കാനും ഉള്ള ആരോഗ്യമില്ലെങ്കിൽ വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. അതെ, ഇതിൽ നസറുദ്ദീൻ ഷാ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ശാസ്ത്രം വളച്ചൊടിക്കുകയും പാഠപുസ്തകങ്ങൾ തിരുത്തുകയും ചെയ്യുന്ന കാലത്തെ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. ആ ചോദ്യമാണ് ചോദിക്കാനുള്ളത്.